ലെവിൻ, ഈ ചെന്താമരയെ കണ്ടെന്ന് പറയുന്ന ആളുകൾ ലെവിനൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രതികരണത്തിലേക്ക്. സേതു, അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ കുട്ടികൾ രണ്ടുപേരും ഫുട്ബോൾ കളിച്ച് വിശ്രമിക്കുന്നതിനിടെ കളി അവസാനിപ്പിച്ച് വിശ്രമിക്കുന്നതിനിടെ പ്രതിയെ കണ്ടതായി സംശയം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള ധനുഷും റിനുവുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരാണ് പ്രതികളെ കണ്ടത്. എന്താണ് കണ്ടത്? പ്രതി തന്നെയാണെന്ന് സംശയിക്കുന്നുണ്ടോ? പോലീസുകാർ അവിടെ നിന്ന് മുടിക്കിട്ട് വന്നിട്ട് ബാക്ക് ഞങ്ങൾ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സമയത്ത് പോലീസുകാർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഞാൻ അതികൂടെ ആൾ ഓടിക്കൊണ്ട് വരുന്നുണ്ട്, അതികൂടെ ഒന്ന് ഇറങ്ങി കവർ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ടോർച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫോണിൽ ഫ്ലാഷ് വെച്ച് വേലി ചാടി നോക്കിയപ്പോൾ അവർ ഞങ്ങളെ കൊണ്ട് കവർ അവിടെ എങ്ങോട്ടും പോകണ്ട, അവിടെ നോക്കി പറഞ്ഞു. ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇടയിൽ കൂടെ ആൾ ഓടിയപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കൂടെ അപ്പുറത്തെ ആ സൈഡോട് ഓടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഫോണിൽ ഫ്ലാഷ് ചെയ്തുകൊണ്ട് തിരിഞ്ഞപ്പോൾ കാണാൻ പറ്റിയില്ല. ആൾ ഓടുന്നതാണെന്ന് മാത്രം അറിയുന്നുണ്ട്, അത് ആളാണെന്ന് കറക്റ്റ് ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്തായിരുന്നു വേഷമൊന്നും കാണാൻ പറ്റുന്നില്ല. ഫോണിന്റെ ഫ്ലാഷ് ചെയ്തുകൊണ്ട് ഇത്ര അടുത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓടുന്ന അറിയുന്നുണ്ട്. ഒരു മുളം കൂടുണ്ട്, അതിന്റെ ഉള്ളിലാണ് ആള് ഇരുന്നത്. സംഭവം ഞങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ആള് കണ്ടിട്ടാണ് സൈഡ് കൂടി എണിച്ച് ഓടിയത്. എന്തെങ്കിലും ആയുധമോ അതൊന്നും കണ്ടില്ല. ആള് പെട്ടെന്ന് ഇരുന്നിട്ട് എണിച്ച് ഓടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പിന്നാലെ ഓടി. എത്ര ദൂരം പിന്തുടർന്നു? ആളിനെ കണ്ടില്ല. പിന്നെ അവിടെ ഇത്ര വലിയ പൊക്കത്തില് കുറ്റിയായിരുന്നു. മുളം കുറ്റികളായതുകൊണ്ട് കണ്ടില്ല. അതിന്റെ ഉള്ളിൽ ഗ്യാപ്പിൽ കൂടി എങ്ങോട്ടോ പോയി. നിങ്ങൾക്ക് എത്ര ദൂരം അയാളെ പിന്തുടരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? എത്ര ദൂരം പറഞ്ഞാൽ കുറച്ച് ദൂരം ആളുടെ പിന്നാലെ പോയി. ഈ പ്രതിക്ക് പിന്നാലെ നിങ്ങൾ കണ്ടതിന് പിറകെ പോലീസും ഉണ്ടായിരുന്നു അല്ലേ? ഏകദേശം എത്ര സമയമായിട്ടുണ്ട് ആ പ്രതിയെ കാണുന്ന സമയം? ആ സമയം ഒരു 7 മണി ആ ടൈം ആയിട്ടുണ്ടാവും. 7 മണിയാണ്. ഈ ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? നമ്മളിപ്പോ ഇയാളെ കണ്ട സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 100 മീറ്റർ. 100 മീറ്റർ ഉണ്ട്. ഇവിടെ ഈ പ്രദേശം എങ്ങനെയാ? ഒളിച്ചിരിക്കാൻ ധാരാളം സ്ഥലമുള്ള ഒരു ഏരിയ ആണല്ലേ? ഒളിച്ചിരിക്കാൻ ധാരാളം സ്ഥലം, കാട്, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒളിച്ചിരിക്കാൻ മുന്നോട്ട് പോകാം. ഈ തൊട്ട് താഴത്തെ വീട് ഞങ്ങൾ എങ്ങനെ ഇരിക്കുന്നത് അറിയില്ല. കാരണം ഈ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ. വൈകുന്നേരം ഇരിക്കാൻ ഒരു ഭയങ്കര പേടിയുണ്ട്. എന്താ പറയുന്ന അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോലീസുകാരുടെ യൂണിഫോം കണ്ടപ്പോഴാണ്, ടോർച്ച് അടിച്ചപ്പോഴാണ് ആ യൂണിഫോം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ സംഭവത്തിന് ശേഷം വലിയൊരു ഭീതി നിങ്ങൾക്കുണ്ട്. ഈ പ്രദേശവാസികളുടേതായിട്ടുള്ള ഒരു ഭീതിയും ആശങ്കയും നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല. കഴിഞ്ഞ 2 ദിവസമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കുട്ടികളും ഈ മേഖലയിലുണ്ട്. ഇവരെല്ലാവരും തന്നെ വലിയ ഭീതിയിലൂടെയാണ്. ലെവിൻ, ആ കുട്ടികൾ പറഞ്ഞത് എന്താണ്? അവര് ഇയാൾ ഒളിച്ചിരിക്കുകയായിരുന്നതാണോ? ഒളിച്ചിരുന്ന് ഈ കുട്ടികളെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഓടുകയായിരുന്നോ? ഈ കുട്ടികൾ 2 പേര് പറഞ്ഞത് ഈ പ്രദേശത്ത് ഫുട്ബോൾ കളിച്ച് വിശ്രമിക്കുന്നതിനിടെ പോലീസുകാർ പിന്തുടർന്ന് ഓടിച്ചെത്തുന്നു. പോലീസുകാർ തന്നെ ഇവരോട് ആവശ്യപ്പെടുന്നു, ഇയാളെ കവർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം ഇവർ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ പോലീസുകാർ പിന്നാലെ എത്തിയപ്പോഴാണ് പ്രതിയാണെന്നുള്ള ഒരു സൂചന ലഭിക്കുന്നത്. തുടർന്ന് കുറച്ചു ദൂരം കഴിയുന്ന ദൂരം ഇവർ പിന്തുടർന്നു. അതായത് ഈ പ്രതി, ഈ ചെന്താമര അവിടെ ഉണ്ട് എന്ന്, ചെന്താമരയുടെ സാന്നിധ്യം പോലീസ് നേരത്തെ അറിഞ്ഞിരുന്നു അല്ലേ? അതെ, തീർച്ചയായും ചെന്താമര തന്നെയാണ് എന്നുള്ളതാണ് 100% കുട്ടികൾ ഉറപ്പ് പറയുന്നത്. പക്ഷേ ഈ സമയമായതുകൊണ്ടും ഈ ഇരുട്ടായതുകൊണ്ടും വ്യക്തമായി പ്രതിയെ പലർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇയാൾ തന്നെയാണെന്ന് കുട്ടികൾ തർപ്പിച്ചു പറയുന്നു. പോലീസും പിന്തുടർന്നെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പോത്തുണ്ടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തെരച്ചിൽ ഊർജിതമാക്കിയതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രതിയുണ്ട് എന്നുള്ള ചില സംശയങ്ങളുണ്ടായിരുന്നു.